ഇന്ന് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന ചെറുപയർ കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഭയങ്കര സ്വാദുമായി. ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. അതിനുവേണ്ടി ചെറുപയർ കഴുകി നമ്മളൊരു കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 തക്കാളി ഇങ്ങനെ പകുതിയായിട്ട് മുറിച്ചാണ്, 2-3 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ കുക്കറിൽ. പിന്നെ നമുക്കതിൽ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു ശകലം, പിന്നെ കുരുമുളക് പൊടി ഒരൽപ്പം, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു ഇച്ചിരി ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്ന് പറയും ശകലം, പിന്നെ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വേണ്ട, ഒരു ശകലം മതിയേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കണേ. ഇളക്കിയിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് 5 വിസിൽ വരെ ഇത് വേവിക്കണേ. ഇങ്ങനെ മതിയേ. കുക്കർ അടുപ്പേ വെച്ച് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 വിസിൽ വരുന്നിടം വരെ ഇത് കിടന്ന് വേകട്ടെ. 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. എയറൊക്കെ പോയേ, ഇതൊന്ന് തുറന്ന് നോക്കാവേ. വേണ്ട, നമ്മുടെ ആ തക്കാളിയും പച്ചമുളകും പയറും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടയ്ക്കണേ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബാച്ചിലർ ആയിട്ടൊക്കെ ഉള്ളവർക്കും ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു കറിയാണ് ഇത്. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. ഇത് നല്ല നമുക്ക് ഉടച്ചിട്ട് ഇനി നമുക്കിത് കടുക് വറക്കണം. അതിനൊരു കൂട്ട് തയ്യാറാക്കാം. ഇത് നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു താവായിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടുമ്പോൾ നമുക്ക് അല്പം നല്ല ജീരകം ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടി ഇനി നല്ല ജീരകം ഒരൽപ്പം ഇട്ട് കൊടുത്തേ. ഇനി 2 ഉണക്കമുളക് മുറിച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി ആവശ്യത്തിന് കരിയാപ്പിലവേ. അതെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ഒഴിക്കാവേ. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഉപ്പൊക്കെ നമ്മൾ ഈ പയറിന് വെന്ത് കഴിയുമ്പോൾ നോക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പയറെടുത്ത് ഒഴിക്കണേ. ഈ പയർ നമുക്ക് വേവിച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല ഇളക്കിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണേ. ശകലം വെള്ളവും കൂടി ഒഴിച്ച് നല്ല എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാവേ. ഇത് കണ്ടോ, നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള ചെറിയൊരു ഡിഷ്, എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നാളെ പുതിയൊരു വിഭവമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും.